തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് EMSന്റെ ചിത്രം എടുത്തുമാറ്റിയതിൽ പ്രതിഷേധവുമായി LDF. പഞ്ചായത്ത് ഓഫീസിൽ ഗാന്ധി ചിത്രത്തിന് സമീപമുണ്ടായിരുന്ന ചിത്രമാണ് മാറ്റിയത്. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ സ്ഥാപിക്കുവാനുള്ള ശ്രമം LDF പ്രവർത്തകർ തടഞ്ഞു. സഖാവ് EMSന്റെ ഫോട്ടോ മാത്രം അവിടെ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി. സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും അന്വേഷിച്ചപ്പോൾ അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ തന്നെ പ്രാദേശിക നേതാക്കൾ പഞ്ചായത്തിനകത്ത് കയറി ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള ഒരു വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ ഈ രണ്ട് ഫോട്ടോകളും പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി സ്ഥാപിച്ച ഫോട്ടോകളാണ്. VP സഫാൻ വിവരങ്ങൾ നൽകും. സഫാൻ VP വിശദാംശം. അജി, ഇന്നലെ ആര്യനാട് ഗ്രാമപഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനിടെയാണ് LDF അംഗങ്ങൾ ഇത്തരത്തിൽ EMSന്റെ ചിത്രം അവിടെ നിന്ന് മാറ്റിയത് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ തന്നെ LDF അംഗങ്ങൾ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് വലിയൊരു പ്രതിഷേധവുമായി LDF അംഗങ്ങൾ പഞ്ചായത്തിലേക്ക് എത്തിയത്. UDFന് അധികാരം ലഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ ഫാസിസ്റ്റ് നടപടിയാണ് UDFന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രി കൂടിയായ EMSന്റെ ചിത്രം മാറ്റാനാണ് UDF ശ്രമിക്കുന്നതെന്നാണ് LDFന്റെ ആരോപണം. ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു ഇന്ന് പ്രതിഷേധം. ഈ പഞ്ചായത്ത് ഓഫീസിൽ ഗാന്ധി ചിത്രത്തിന് അടുത്തായി സ്ഥാപിച്ചിരുന്നത് കഴിഞ്ഞ ഭരണസമിതി LDF ആയിരുന്നു ഈ ആര്യനാട് പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അവിടെ ഗാന്ധി ചിത്രത്തിനോട് സമീപത്ത് സ്ഥാപിച്ചിരുന്ന EMSന്റെ ചിത്രമാണ് എടുത്തു മാറ്റിയത്. എന്നാൽ അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചിത്രം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധത്തിനിടെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെയും ഈ മുൻ സ്പീക്കറായ G. കാർത്തികേയന്റെയും ചിത്രം ഈ പഞ്ചായത്ത് ഓഫീസിൽ സ്ഥാപിക്കുന്നത് LDF പ്രവർത്തകർ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു വലിയൊരു പ്രതിഷേധത്തിന് ശേഷം ഈ പ്രാദേശിക തലത്തിലുള്ള നേതാക്കൾ കൂടി ആലോചിച്ച് ഇതൊരു സംയമനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു എന്നാണ് ആര്യനാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.